ഹായ് മക്കളെ, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. എക്സാമെല്ലാം കഴിഞ്ഞു, വെക്കേഷൻ ആയാലല്ലേ. ന്യൂട്ടൻസിൽ നിന്ന് റിഗൻ സാറാണ്. 10ാം ക്ലാസ്, 11ാം ക്ലാസ്, 12ാം ക്ലാസ്, അതായത് ഈ 2025 10, 11, 12 ക്ലാസ്സുകളിലെ ബോർഡ് എക്സാം എഴുതാൻ പോകുന്ന മിടുക്കന്മാർക്കും മിടുക്കികൾക്കും വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ആദ്യമേ ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യുന്നു, ഇത് മുഴുവൻ കാണുവാനുള്ള സമയം കിട്ടുമ്പോൾ മാത്രം നിങ്ങളിന്ന് പൂർണ്ണമായിട്ടും കാണുക. അതല്ലാതെ പെട്ടെന്ന് ആദ്യമേ കണ്ട് നിങ്ങൾ നിർത്തി കഴിഞ്ഞാൽ അതിൻ്റെ എന്താണ് ഈ വീഡിയോ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ പാരൻസ് മൊത്ത് ഈ നിങ്ങൾക്ക് ഫ്രീ കിട്ടുന്ന സമയം, ഈ വീഡിയോ കാണാനായിട്ട് കിട്ടുന്ന സമയം പൂർണ്ണമായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എനിവേ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. നമ്മുടെ എക്സാംസ് എല്ലാം കഴിഞ്ഞു, നമുക്കിനി വെക്കേഷൻസൊക്കെയാണ്. ഡിസംബർ 30 നമ്മുടെ ക്ലാസ് റീ ഓപ്പണിംഗ് ആണ്. എല്ലാവർക്കും ആദ്യമേ തന്നെ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ നേർന്നുകൊണ്ട് നമുക്ക് തുടങ്ങാം. ശരി, നമുക്കിനി ഡിസംബർ 30 ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ബോർഡ് എക്സാമിന് വേണ്ടി മാർച്ചിൽ നമ്മുടെ ബോർഡ് എക്സാമിന് വേണ്ടി എത്ര ദിവസങ്ങൾ ഉണ്ട് എന്നുള്ളത് നമുക്കൊന്ന് എണ്ണി നോക്കി കഴിഞ്ഞാൽ അറിയാം. ഏകദേശം ഒരു 60 ദിവസങ്ങൾ മാത്രമേ ഏകദേശം നമുക്ക് കിട്ടുകയുള്ളൂ. നമുക്ക് ഇനി എത്ര ചാപ്റ്റർ നമ്മുടെ മെയിൻ എക്സാമിന് വേണ്ടി പഠിക്കാനുണ്ട്? ആദ്യം മുതൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നോക്കിയിട്ടുണ്ടോ എത്ര ചാപ്റ്റർ പഠിക്കാനുണ്ടെന്നുള്ളത്? സുഖമായിട്ട് നിങ്ങൾക്ക് എണ്ണി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതൊരു 60ന് മുകളിൽ ചാപ്റ്റർ എന്തായാലും പഠിക്കാനുണ്ടെന്നുള്ള കാര്യങ്ങൾ. എങ്ങനെ ഈ കുറഞ്ഞ സമയങ്ങളിൽ ഇത്രയും ചാപ്റ്റർ പഠിക്കും? നിങ്ങൾ രാവിലെ സ്കൂളിൽ പോകുന്നു, തിരിച്ച് വൈകുന്നേരം വരുന്നു, വൈകുന്നേരം വന്നിരിക്കുന്ന സമയം അതെങ്ങനെ എഫക്റ്റീവായിട്ട് പഠിക്കാൻ സാധിക്കും? നിങ്ങൾ ആദ്യമേ നോക്കുമ്പോൾ വലിയൊരു മല പോലെ പഠിക്കാനുള്ളത് അല്ലേ? അത് ചിലപ്പോൾ ഒരു ആവേശത്തിൽ നമുക്ക് തുടങ്ങാം, ഞാൻ ഇങ്ങനെ ഇനി നന്നായിട്ട് പഠിച്ചേക്കാം, സെറ്റായിട്ട് പഠിച്ചേക്കാം, അടിപൊളിയാക്കാമെന്ന് വിചാരിച്ച് തുടക്കം നല്ല മികച്ചതായിരിക്കാം. അത് എത്ര പേർക്ക് അവസാനം വരെ മാർച്ചിൻ്റെ ആ എക്സാമിൻ്റെ തലേദിവസം വരെ തനിയിരുന്ന് പഠിക്കാൻ സാധിക്കും? വളരെ 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 കുറച്ച് കുട്ടികൾക്ക് മാത്രമേ അത്രയും ഡിറ്റർമിനേഷനോടുകൂടി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ നിങ്ങൾ തുടങ്ങുമ്പോൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്തൊക്കെയാണ്? കുറച്ച് നേരം പഠിച്ചു തുടങ്ങി കഴിയുമ്പോഴേക്കും അപ്പോൾ തന്നെ എന്തൊരു കോള് വരുന്നു, അല്ലെങ്കിൽ വീട്ടിലുള്ള സംസാരങ്ങൾ കേൾക്കുന്നു, അങ്ങോട്ട് എൻഗേജഡ് ആകുന്നു. നമ്മളൊരു 2 മണിക്കൂറോ 3 മണിക്കൂറോ പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ 3 മണിക്കൂറിൽ ഏകദേശം 1 മണിക്കൂറൊക്കെ ആയിരിക്കുള്ളൂ നമ്മളുടെ എഫക്റ്റീവ് പഠനം നടക്കുക. ബാക്കിയുള്ള സമയങ്ങളിൽ നമ്മൾ പല കാര്യങ്ങളിലും എൻഗേജ്ഡ് ആവും. ചിലപ്പോൾ ഒരു ടോപ്പിക് എടുത്ത് തുടങ്ങി, ഇപ്പോൾ മാത്സ് എടുത്ത് തുടങ്ങി, അപ്പോഴേക്കും അയ്യോ ഫിസിക്സ് ഉണ്ടല്ലോ പഠിക്കാനായിട്ട്, അത് പഠിക്കാൻ നോക്കും. അതങ്ങനെ ഒരു ടോട്ടൽ ഡിസോർഡറായിട്ട് മാറിയിട്ട് അവസാനം നമുക്ക് എന്തൊക്കെയോ പഠിച്ചു എന്നേ ആവുള്ളൂ, പക്ഷേ എന്ത് പഠിച്ചു എന്നുള്ളതിനൊരു വ്യക്തമായ ധാരണ നമുക്ക് ഉണ്ടാവാതെ വരും. നമ്മൾ തുടക്കമൊക്കെ ഒക്കെ ആയിരിക്കുള്ളൂ. ഒരു ജനുവരി കഴിയുമ്പോഴേക്കും അല്ലേ, ഏകദേശം ഒരു 30 ദിവസം കഴിയുമ്പോഴേക്കും നോക്കിക്കഴിഞ്ഞാൽ പിന്തിരിഞ്ഞ് നോക്കുകയാണെങ്കിൽ എന്തോ പഠിച്ചു, എന്തോ പഠിച്ചു, സമയം ഇത്രയും പോയി, ഇനിയുള്ള സമയങ്ങളിൽ പഠിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമുക്ക് ആകെ ഒരു മെസ്സപ്പ് ആവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. ഈ സമയത്ത് നിങ്ങളെ കൃത്യമായ ചിട്ടയോടുകൂടിയ ടൈം ടേബിൾ അനുസരിച്ചുകൊണ്ട് പഠിപ്പിക്കുവാനാണ് ന്യൂട്ടൻസ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് അതിന് സഹായകമാകും. നമുക്ക് ജനുവരി 1 മുതൽ ഒരു ചാപ്റ്റർ വെച്ചിട്ട് ഒരു ദിവസം കൊണ്ട് പഠിച്ചു തീർത്താലോ? എങ്ങനെ ഉണ്ടാകും? ആ പഠിക്കുന്ന ചാപ്റ്ററിൻ്റെ ഒരു പരീക്ഷ പിറ്റേ ദിവസം രാവിലെ നമ്മൾ എഴുതിയാലോ? അതും എങ്ങനെയുണ്ടാകും? അതുപോലെ തന്നെ അതിൽ നിന്നും വരാൻ ചാൻസ് ഉള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പല ടൈപ്പിലുള്ള മോഡൽ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അടിപൊളിയായിരിക്കില്ലേ? അങ്ങനെ ഒരു പാക്കേജാണ് നമ്മൾ ന്യൂട്ടൻസ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ജനുവരി 1 മുതൽ എക്സാമിൻ്റെ തലേ ദിവസം വരെ നിങ്ങളെ പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് 10ാം ക്ലാസ്സുകാർക്കാണെങ്കിൽ വൈകുന്നേരങ്ങളിൽ നിങ്ങളുടെ കൂടെ ന്യൂട്ടൻസിൻ്റെ എക്സ്പേർട്ട് ടീച്ചേഴ്സിൻ്റെ കൂടെ ഇരുന്നു കൊണ്ട് പഠിക്കാനായിട്ട്, നിങ്ങൾക്ക് ഡൗട്ടുള്ള ഭാഗങ്ങൾ ക്ലിയർ ചെയ്യാനായിട്ടും, അതിൽ ആ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ ഡൗട്ട് വരാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ ബുദ്ധിമുട്ട് വരുന്ന ഭാഗങ്ങൾ സാറുമാർ എക്സ്പ്ലെയിൻ ചെയ്തു തരും. നിങ്ങൾ 2 മണിക്കൂറോ 2.5 മണിക്കൂറോ ഇവിടെ ഇരുന്ന് കൃത്യമായിട്ട് പഠിക്കുന്ന രീതിയിലുള്ളൊരു പാറ്റേൺ. അപ്പോൾ അത് ഈവനിങ് നമ്മൾ ക്ഷണിക്കുക നിങ്ങളെ. വൈകുന്നേരം 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വൈകുന്നേരം 6:30 മുതൽ 6:30 PM മുതൽ 8:30 PM വരെ അവിടെ നമ്മൾ ചെയ്യുന്ന രീതി നിങ്ങൾക്ക് ഇങ്ങനെയാണ്. ഓരോ സബ്ജക്റ്റും ഓരോ ചാപ്റ്റർ അനുസരിച്ച് ജനുവരി 1 മുതൽ എന്ത് പഠിക്കുക എന്നുള്ളൊരു കൃത്യമായ ടൈം ടേബിൾ നിങ്ങൾക്കുണ്ടായിരിക്കും. അപ്പോൾ 10th കുട്ടികൾക്ക് ഓൾറെഡി അതിൻ്റെ ഒരു പ്ലാൻ ഉറപ്പായിട്ടും കിട്ടും, എന്താണ് പഠിക്കേണ്ടതെന്നുള്ളത്. നിങ്ങൾ 6:30 ജോയിൻ ചെയ്യുമ്പോൾ നമ്മുടെ ആ സബ്ജക്റ്റ് ടീച്ചർ വന്നിട്ട് നിങ്ങൾക്ക് എന്തെല്ലാം പഠിക്കണം, ഇന്ന രീതിയിൽ പഠിക്കുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഓർഡറിൽ എക്സ്പ്ലെയിൻ ചെയ്യും. അതനുസരിച്ച് നിങ്ങൾ ഈ 2 മണിക്കൂർ ഇവിടെ നിന്ന് പഠിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താൻ ന്യൂട്ടൻസിലെ ടീച്ചേഴ്സ് എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യാനായിട്ടും അതിലെന്തെങ്കിലും കോമൺ ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ടീച്ചേഴ്സ് ഉണ്ടായിരിക്കും. ഇനി +1 +2 കുട്ടികൾക്ക് അവർക്ക് ഈ 2 മണിക്കൂർ പോരാണ്ട് വരും, ശരിയല്ലേ? അത്
അറിയാം, സ്വാഭാവികമാണ്. അവർക്കുള്ള ടൈമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവനിങ്ങിൽ 6 PM to 8:30 PM ആണ്. 2.5 മണിക്കൂറെങ്കിലും ഇരുന്നെങ്കിലേ അവർക്കൊരു ചാപ്റ്റർ വെച്ച് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. നിങ്ങൾ ആലോചിച്ചാൽ മാത്രം മതിടാ, എത്ര ചാപ്റ്റർ ഉണ്ടെന്ന് എണ്ണി, എത്ര ദിവസങ്ങളുണ്ടെന്ന് എണ്ണി, അതിനുശേഷം നമ്മളൊന്ന് പഠിച്ച് തുടങ്ങണമെങ്കിൽ ഭയങ്കര പാടാണ് തനിയെ പഠിക്കാൻ അല്ലേ. അപ്പോൾ ഇതേപോലെ നിങ്ങളെ കൃത്യമായിട്ട് പഠിക്കുന്ന ഉറപ്പുവരുത്തുവാനായിട്ട് ഞങ്ങൾ ന്യൂട്ടൺസ് കൂടെ ഉണ്ടാവും. +1 +2കാർക്കാണെങ്കിൽ നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, പിന്നെ ബയോ ഓർ കമ്പ്യൂട്ടർ ഈ 4 സബ്ജക്റ്റുകൾക്കാണ് നമ്മളുടെ സപ്പോർട്ട് കൊടുക്കുക. +1ൻ്റെ കൊമേഴ്സുകാർക്കും ഇതുപോലെ നമ്മളുടെ ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ്, പിന്നെ അവരുടെ ഓപ്ഷൻ സബ്ജക്ട്സ് ആയിട്ടുള്ള മാത്സ് ഉണ്ടായിരിക്കും, അതുപോലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ഉണ്ടായിരിക്കും. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സപ്പോർട്ടിംഗ് ആയിട്ട് നമ്മളുടെ ഇരുത്തി പഠിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. നെക്സ്റ്റ് ഡേ ഇന്ന് നിങ്ങൾ എന്ത് പഠിക്കുന്നുവോ അത് നെക്സ്റ്റ് ഡേ രാവിലെ 6 AM, അതെല്ലാവർക്കും കോമൺ ആണ് കേട്ടോ. 6 AM to 6:30 AM എന്ന് പറയുന്നത് അതിൻ്റെ ഒരു എക്സാം ആയിരിക്കും. നിങ്ങൾ ചെയ്യേണ്ട കാര്യത്തിലേ ഉള്ളൂ, ഇന്ന് നമ്മളൊരു 8:30 ആകുമ്പോഴേക്കും പഠിച്ച് തീർന്ന ഭാഗം നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ഒന്നും കൂടി ഒന്ന് ഓർത്ത് നോക്കുക. ആ ബുക്ക് തുറന്ന് പെട്ടെന്ന് ഓടിച്ച് നോക്കുക. രാവിലെ ഒരു 5 മണിക്ക് എഴുന്നേറ്റ് നേരത്തെ എന്ത് ചെയ്യണമെന്ന് അറിയാമോ, ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ഒന്ന് ആവർത്തിച്ച് നോക്കിയിട്ട് നിങ്ങൾ ഈ എക്സാം എഴുതുക. നമുക്കൊരു ചാപ്റ്ററിൽ നിന്ന് വരുന്ന 15 മാർക്കിന് എക്സാം ആയിരിക്കും ഉണ്ടാവുന്നത്. അത് ആ എക്സാം എഴുതിയുള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അത് അടിപൊളിയായിരിക്കുള്ളൂ. കാരണം പരീക്ഷയ്ക്ക് മുമ്പ് മിനിമം നിങ്ങളൊരു 60ഓളം എക്സാംസ് എന്തായാലും എഴുതിയിട്ടുണ്ടാവും. ആ എക്സാം എഴുതി അതിനുശേഷം വരുന്നൊരു 1 മണിക്കൂർ നേരം, അതായത് 7:30 വരെ നമുക്ക് വരുന്നത് ആ ചാപ്റ്ററിൽ നിന്ന് വന്നിരിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ അതിൽ നിന്നും ചോദിക്കാൻ ചാൻസ് ഉള്ള വെറൈറ്റി ആയിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസിനെ ഡിസ്കസ് ചെയ്യുകയാണ്. അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ റിവിഷൻ നിങ്ങൾ ഇതുവരെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവില്ല. അതാണ് ന്യൂട്ടൺസ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന ക്രിസ്മസ് ന്യൂ ഇയർ ഗിഫ്റ്റ് എന്ന് പറയുന്നത്. നമുക്കത് ജനുവരി 1-ാം തീയതി മുതലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുക. കാരണം ഡേ 1 മുതൽ നിങ്ങൾ ഒരു ദിവസം മിസ്സാക്കി കഴിഞ്ഞാൽ ഒരു ചാപ്റ്റർ കയ്യിൽ നിന്ന് പോകും. അതോടൊപ്പം തന്നെ ന്യൂട്ടൺസിൻ്റെ തന്നെ മോഡൽ എക്സാം, ഒരു ചാപ്റ്ററിൻ്റെ കംപ്ലീറ്റ് റിവിഷൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ന്യൂട്ടൺസിൻ്റെ മോഡൽ എക്സാം എഴുതിയിട്ട് അത് അത്രയും രണ്ടാമത്തെ ഒരു റൗണ്ട് റിവിഷൻ പോലെ പഠിച്ചെത്തിച്ച് അത് എക്സാം എഴുതി നല്ല അടിപൊളിയായിട്ട് അത് ഫിനിഷ് ചെയ്യാൻ സാധിക്കും. പിന്നെ മാർച്ച് മാസങ്ങളിൽ എക്സാമിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പുള്ള സമയങ്ങളിലായിട്ട് ഇത്രയും നമ്മൾ പഠിച്ചെത്തിച്ചാണ് അല്ലേ. ഇനി നമുക്ക് എന്താ വേണ്ടേ, ഇനിയും ഒന്നും കൂടി ഒന്ന് ആവർത്തിച്ച് നോക്കുക. 2 മണിക്കൂർ കൊണ്ട് എല്ലാ ചാപ്റ്ററും ഒന്ന് ആവർത്തിച്ച് നോക്കുക. അല്ലെങ്കിൽ അങ്ങനെ ഒരു സമയം വരുമ്പോൾ അതിനുവേണ്ടി യൂട്യൂബ് ലൈവ് ക്ലാസ്സുകളിലൂടെയായിട്ട് ന്യൂട്ടൺസ് നിങ്ങൾക്ക് അതിൽ വരാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കുകളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ദ കംപ്ലീറ്റ് പാക്കേജ് 10th +1 +2 കുട്ടികൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുകയാണ്. നിങ്ങൾ ആലോചിക്കുക, നമുക്കിനി പഠിക്കാനുള്ള സമയങ്ങളും പഠിക്കാനുള്ള ടോപ്പിക്കുകളും കൃത്യമായ ചിട്ടയായ ടൈം ടേബിൾ ഇട്ടുകൊണ്ട് തനിയെ ഇരുന്ന് പഠിച്ച് ചിലപ്പോൾ നിങ്ങളത് അവസാന നിമിഷം ഒരു അപകടത്തിലേക്ക് എത്താതിരിക്കാനായിട്ട് ഞങ്ങളുടെ കൈ പിടിച്ചുകൊണ്ട്, ന്യൂട്ടൺസിൻ്റെ കൈ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. ഞങ്ങളുടെ കൂടെ നമ്മുടെ സാർമാരും എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു എക്സാമിന് വേണ്ടിയുള്ള ഒരുക്കത്തിന് വേണ്ടിയുള്ളൊരു ഓൾ ദി ബെസ്റ്റ് നേരുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾക്ക് എൻക്വയറി വേണമെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകൾ, ഈ സ്ക്രോളിംഗ് കാണുന്ന നമ്പറിൽ വിളിച്ച് ചോദിച്ചാൽ മതിയാവും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.